സാറ്റർഡേ ഡാഡിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ECG എല്ലാം ചെയ്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസമാണ് ബിക്കോസ് എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് അതായത് തൻവി, ഷീസ് മൈ ഫസ്റ്റ് കസിൻ, എൻ്റെ അമ്മയുടെ അനിയൻ. എല്ലാവർക്കും നമസ്കാരം. തേനും വയമ്പും നാവിൽ പാടി തുളുമ്പി വല്ലാത്ത അവസ്ഥയാണ് KK ഫാമിലി. നല്ലൊരു ഫാമിലിയാണ്ടേ പുറത്തു നിന്ന് നോക്കുമ്പോൾ. ഇപ്പം എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങൾ, എൻ്റെ കുടുംബങ്ങൾ എല്ലാം പെർഫെക്റ്റാണ് അല്ല. പക്ഷേ സ്വന്തം അമ്മമ്മക്കാർ ഇമാതിരി വിളിക്കുന്നത് അത്ര നല്ലതല്ല. ഞാനിപ്പോൾ വീഡിയോ ചെയ്ത സമയത്തും ഒരുപാട് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മായിയമ്മ ഭയങ്കര സീനാണ്, ഞങ്ങളുടെ അമ്മമ്മ സീനാണ്, അവരങ്ങനെയാണ്, അവരെ തള്ളച്ചിയെ കിളവി ഇങ്ങോട്ട് കയറ്റാൻ പോലും കൊള്ളൂല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല വേറെ പലരുടെയും വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ റീസൺ പറഞ്ഞാലും ഒരിക്കലും അഹാന ഈ പറയുന്ന അമ്മമ്മയോട് പെരുമാറിയ രീതി അല്ലെങ്കിൽ സംസാരിച്ച ഭാഷാ ശൈലികൾ ഒന്നും ഓക്കെയല്ല. അതുകൊണ്ട് ഒരിക്കലും അഹാനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ വേറെയാണ്. നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ പറയുന്ന ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലൈക്ക് അടി നോക്കട്ടെ. എന്തായാലും അഹാന തുടങ്ങാം. പപ്പടമൊക്കെ കഴിഞ്ഞ് സദ്യ എന്നാണല്ലോ തുടക്കം. അഹാന നല്ലതാ. നമുക്ക് എന്തൊരു ശുഭകാര്യം ചെയ്യുന്നതിന് മുന്നേ ഒരു സദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ ഉറപ്പിച്ച് വരുന്നത് നല്ലതാണ്. എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് അതായത് തൻവി, ഷീസ് മൈ ഫസ്റ്റ് കസിൻ, എൻ്റെ അമ്മയുടെ അനിയത്തിന്റെ മൂത്ത മോഹൻ. എല്ലാ പോയിന്റും ശ്രദ്ധിക്കണം, അത്യാവശ്യമുണ്ട്. അച്ചോടാ, എന്ത് നല്ല ഫാമിലി ആയിരുന്നു, എന്ത് നല്ല കുടുംബമായിരുന്നു. നടനും BJP നേതാവിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ തൻവിയും ദിയാകൃഷ്ണൻ തമ്മിൽ അത്യാവശ്യം കമ്പനിയായിരുന്നു. ഇന്നലെ ദിയാകൃഷ്ണൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് കണ്ട സമയത്ത് തൻവിക്കുള്ള പോസ്റ്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിപ്പോൾ എനിക്കൊരു സംശയം, തൻവിക്ക് ഉള്ള പോസ്റ്റാണോ ഇനി വേറെ ആർക്കെങ്കിലും ഉള്ള പോസ്റ്റ് ആണോ എന്നൊരു ഡൗട്ട്. എന്തായാലും അതൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ അവിടെ നിൽക്കട്ടെ. അത് ഇട്ട ദിയയ്ക്ക് തന്നെ അറിയാം. ദിയ ആരെയും മെൻഷനും ചെയ്യുന്നില്ല, ആരെയും പേരും പറയുന്നില്ല. പിന്നെ ദിയ തന്നെ പറയുന്നുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് തൻവി, അത്രയും നല്ല ക്ലോസായിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു പക്ഷേ കുടുംബത്തിൻ്റെ അകത്ത് കൂടെ കട്ടയ്ക്ക് നിന്നിട്ട് ചെളിവാരി അടിച്ച ടീമെന്ന് തൻവിയെ പറയാൻ പറ്റും. പക്ഷെ തൻവി ഇട്ട വീഡിയോയിൽ ഒരു സ്ഥലത്ത് പോലും ഈ KK ഫാമിലിയിൽ ആരെയും പരാമർശിച്ചിട്ടില്ല എന്നതാണ് സത്യം, അല്ലേ? ഇട്ടുകൊടുത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ തോന്നലായിരിക്കും, നമ്മളെല്ലാം ഒരു ഇൻവെസ്റ്റിഗേഷൻ മൈൻഡിൽ കണ്ടതുകൊണ്ട് ചിലപ്പോൾ തോന്നുന്നതായിരിക്കും, ചിലപ്പോൾ ഇട്ട് കൊടുത്തതായിരിക്കും. വാട്ട് ഓവർ ഇറ്റ് ഈസ്. ഇതിൽ അമ്മച്ചി എനിക്ക് ആരുമില്ലടെ എന്നെ നോക്കുക എന്നുള്ള സെറ്റപ്പിൽ പറഞ്ഞപ്പോഴാണ് സിന്ധു അമ്മ ഏറിപ്പോയത്. ആൻറ്റി ആണെങ്കിൽ പറക്കയായിരുന്നു. ഓക്കെ, ആൻറ്റി ഒരു വഴിക്ക് പറന്നു പോയി. പിന്നെ മൊത്തം അലങ്കോലായ അഹാന എക്സ്പ്ലനേഷൻ വന്ന്, അഹാനയുടെ എക്സ്പ്ലനേഷൻ വന്നത് തൻവി പറഞ്ഞു. തൻവി പറഞ്ഞപ്പോൾ തൻവിക്ക് പിന്നെ പിടിച്ചാൽ കിട്ടാൻ നിൽക്കണ്ടേ. അതുകൊണ്ട് തൻവി എന്ത് ചെയ്തു? തൻവി ഒരു എക്സ്പ്ലനേഷനോട് ഉൾപ്പെടെ തെളിവോട് കൂടി അങ്ങോട്ട് വിട്ടുകൊടുത്ത് അതിൽ അഹാന മൂഞ്ചി. അതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ളത്. പക്ഷെ ന്യൂസുകൾ, ചാനലുകൾ അടക്കം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറി KK ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അഭിമാനിക്കാം. പക്ഷേ ഞാനിപ്പോഴും പറയാം, കാശ് മാത്രമല്ലടേ മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി. കാശ് വേണം, കാശില്ലാണ്ട് ഒരു കളിയും നടക്കത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എവിടെയോ പുച്ഛം തോന്നുക. ബാക്കി ന്യൂസ് കേൾക്കാം. കൃഷ്ണകുമാറിന്റെ വീട്ടിലെ കുടുംബ തർക്കം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് തുറന്നിട്ട് ബന്ധുക്കളുടെ വ്ലോഗിംഗ് പോര്. കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു ബന്ധുക്കളുടെ വ്ളോഗിങ് പോരെ, അടിയും വഴക്കും ചീത്തവിളിയും മുണ്ടോക്കി കാണിക്കലാണ് ഇപ്പം നടക്കുന്നത്. അയ്യോ, പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത് സുഹൃത്തുക്കളെ. ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടെറിയുന്നു. അവസാനം തൻവിയിട്ട വീഡിയോയിൽ അഹാന മൂഞ്ചി. അതോടെ അഹാന സീനാക്കി, കുടുംബത്തിൽ മൊത്തത്തിൽ ഇടപെടുത്തി ആ വീഡിയോ മുക്കിച്ചു. എന്നിട്ട് അഹാന ഒരാഴ്ച കഴിഞ്ഞ് മുക്കാനിട്ടിരുന്ന വീഡിയോ 2 ദിവസത്തിൽ മുക്കി 1 മില്യണൊക്കെ കഴിഞ്ഞ് പോയതാ പറന്ന്. അപ്പോഴാണ് തൻവി ഏറിപ്പോയത്. എന്നിട്ട് മൊത്തം മുക്കിച്ച് അവർ ക്ലോസ് ചെയ്തു. പക്ഷെ ഒരു കാര്യം പറയാം, കുടുംബ പ്രശ്നം ഒരു പ്രാവശ്യം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടത് തന്നെയാണ്. നാട്ടുകാർ മൊത്തം കണ്ടടേ. നാട്ടുകാരുടെ മുന്നിൽ മൊത്തം നിങ്ങൾ നാറി ചീത്തപ്പേര്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. കൺഫേമാണ്. 110% ചീത്തപ്പേര് തന്നെയാണ് നിങ്ങൾക്കുള്ളത്. അതിന് മാറി വരാനൊക്കെയുള്ള ചാൻസ് കുറവാണ്. പിന്നെ കുറേ പേരൊക്കെ ന്യായീകരിക്കുന്നുണ്ട് KK ഫാമിലിയെ തന്നെ. അയ്യോ, അവർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഇനി ദിയ കൃഷ്ണയുടെ ഒരു സ്റ്റോറി ഞാനൊന്ന് കൊടുക്കാം. ഫേക്ക് പീപ്പിൾ ട്രൈ ടു ഫിറ്റ് ഇൻ വിത്ത് എവറി വൺ, റിയൽ പീപ്പിൾ ഡോണ്ട്. ഫേക്ക് പീപ്പിൾ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല.
എന്തായാലും തൻവിക്ക് ഇട്ടിട്ടുള്ള കൊട്ടായിരിക്കണം. ഇനി മേ ബി വേറെ ആർക്കെങ്കിലും ഇട്ടുള്ള കൊട്ടാണോ എന്തോ അറിയത്തില്ല. പിന്നെ നമ്മുടെ വീടാകുമ്പോൾ അനിയനും ചേട്ടനും ഒക്കെ ആകുമ്പോൾ വഴക്കുണ്ടാവുന്നത് പോലെ തന്നെ സഹോദരിമാർ തമ്മിൽ അടിയും വഴക്കൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ദിയയുടെ കല്യാണ സമയത്തൊക്കെയാണ് അഹാനയൊക്കെ ആയിട്ട് ക്ലോസ് ആയതെന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അത് വോട്ടവർ ഇപ്പം നമ്മുടെ എല്ലാവരുടെ വീടുകളിലും അടി നടക്കുന്ന തന്നെ വഴക്ക് നടക്കുന്ന തന്നെ അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ ആനക്കാര്യമായിട്ട് എടുത്ത് വെച്ച് കൂടെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമൻസിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ ഉടക്കായിരുന്നു, തൻവിയായിട്ടായിരുന്നു ദിയയ്ക്ക് ക്ലോസ് എന്നൊക്കെയുള്ള കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും കാര്യമില്ല. പക്ഷെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇപ്പം എല്ലാവരും കുടുംബത്തോടെ പറഞ്ഞു, ദിയാകൃഷ്ണ ഒന്നും മിണ്ടായിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഓൾറെഡി നീ ഞാൻ എൻ്റെ അമ്മയെ മാത്രമേ അമ്മയെ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഒന്ന് താഴെ ഇറങ്ങി നിൽക്കുകയാണ്. അതിനു മുമ്പ് അടുത്തവള് പോയി. നിങ്ങൾ അനിയത്തിമാരും ചേച്ചിമാരും അമ്മമാരും അച്ഛന്മാരും ഒക്കെ ആയിട്ട് പരസ്പരം മാറി മാറി ഏറിപ്പോയിക്കൊണ്ടിരുന്ന ഇത് എവിടെ പോയി ഇടിച്ചിരിക്കും? അമ്മൂമ്മ മാത്രമേ ഏറിപ്പോകാൻ ബാക്കിയുണ്ടെന്ന് അവരെയും കയറ്റി വിട്ടായിരുന്നു. വല്ലാത്ത അവസ്ഥ. അതായത് ഫേക്ക് പീപ്പിൾ ട്രൈ ടു ഫീഡ് യു. ബിജെപി നേതാവുമായ കൃഷ്ണകുമാറിന്റെ വീട്ടിലെ കുടുംബ തർക്കം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് തുറന്നിട്ട് ബന്ധുക്കളുടെ വ്ലോഗിംഗ് പോര്. കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയുടെ അമ്മയും കൊച്ചുമക്കളും തമ്മിലാണ് വീഡിയോ വ്ലോഗിംഗ് പോര് കിടക്കുന്നത്. മകളും ചലച്ചിത്ര നടിയുമായ അഹാന, കസിനും വ്ലോഗറുമായ തൻവി എന്നിവർ തമ്മിലുള്ള യൂട്യൂബ് പോരിന്റെ പിന്നാലെ വലിയ വിഭാഗം പ്രേക്ഷകരും ഇരുപക്ഷത്തും കൂടിയിട്ടുണ്ട്. ഇരുവരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റ്സുമായി 1 മില്യണോളം കാഴ്ചക്കാരെത്തിയെന്നതും കൗതുകകരമാണ്. കൗതുകം മാത്രമോ? സെറ്റല്ലേ? കുടുംബ പ്രശ്നം ന്യൂസിൽ വരെ ചർച്ച ചെയ്ത്. എന്തായാലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബക്കാർ തമ്മിൽ ചെളിവാരി എറിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അഭിപ്രായം പറയുമ്പോൾ നമ്മുടെ നെഞ്ചത്തൊട്ട് പൊങ്കാലിടാൻ വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കൊണ്ടിട്ട. അപ്പം നിങ്ങൾ ഇട്ട സാധനത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള മരക്കുത്തി പൊക്കും. അതിപ്പം കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നാളെ എൻ്റെ പേരിൽ കേസ് കൊടുത്ത് എൻ്റെ വീട്ടിൽ പോലീസ് വന്ന് എന്നെ പിടിച്ചുകൊണ്ട് ജയിലിലിട്ട് ഇനിയിപ്പോൾ തൂക്കി തീർക്കാനുള്ള വകുപ്പൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ കിടക്കും. അല്ലാണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഞാൻ അവിടെ കിടക്കും. എന്നെ എന്തെങ്കിലും തുറന്നു വിടണവരെ ഞാൻ അവിടെ കിടക്കും. അല്ലാണ്ട് എനിക്കൊന്നുമില്ല. അപ്പം വിചാരിക്കുന്നത് എനിക്ക് ചോദിക്കാനും പറയാനാരില്ല. ചോദിക്കാനും പറയാൻ ആരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാനങ്ങനെ പേടിച്ച് അയ്യോ എന്നെ പിടിച്ചോണ്ട് പോയി എന്നെ ഇടിച്ചിട്ട് ചാമ്പലാക്കിയാൽ ഞാൻ അടുത്ത് വെളിയിൽ വരുമ്പോൾ വീഡിയോയിൽ വിളിച്ചു പറയാം എന്നെ ഇന്ന സാറന്മാരാണ് ഇടിച്ചത്. അങ്ങനെയാണെങ്കിൽ മുഖം മറച്ചിട്ടിരിക്കണം. ഓക്കെ, അതുകൊണ്ട് എനിക്കതൊന്നും പേടിയില്ല. ഇനിയിപ്പോൾ പിടിച്ചോണ്ട് പോയി അതിട്ടാൽ പിന്നെ വയ്യ അങ്ങോട്ട് അതുവരെ പോകാൻ മടി. ആ ഒരു മടിയേ ഉള്ളൂ. അതായത് ഇപ്പോൾ ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എളുപ്പമായി. അത് വിട്, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. കാരണം വേറെ ഒന്നുമല്ല. ഞാനിപ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നമുക്കെതിരെ ഭീഷണി, അത് തന്നെയാണ് നേരത്തെ ഉള്ള പരിപാടിയാണ്, ഭീഷണിപ്പെടുത്തുക. ഇപ്പം 5K ആയാലും എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട്, അത് പാവം കൊച്ചാ, എനിക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ട് ഇനി അവിടെ വലിച്ചിട്ട് കഴിഞ്ഞാൽ ആവശ്യമില്ല വലിച്ചിട്ട് കഴിഞ്ഞാൽ കേസ് കൊടുക്കും എന്നുള്ള ഒരു രീതിയിലൊക്കെ വോട്ടവർ. ഞാൻ വേറെ അവരാതൊന്നും വിളിച്ച് പറഞ്ഞില്ലല്ലോ. ഞാൻ അവരാതും വിളിച്ച് പറയേണ്ട സാധനത്തിനെ വിളിച്ച് പറയുന്നുള്ളൂ. നിങ്ങൾ പറ, നിങ്ങളെ കുടുംബം നമ്മൾ വഴക്കൊന്നും നമ്മുടെ സ്വന്തം കുടുംബം പോലെയല്ലേ? പറ മലയാളം. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് അതായത് തൻവി, ഷീസ് മൈ ഫസ്റ്റ് കസിൻ. എൻ്റെ അമ്മയുടെ അനിയത്തിന്റെ മൂത്ത മോളാണ്. പുള്ളിക്കാരി 4 വർഷമായിട്ട് കാനഡയിലാണ്. ഇന്നാണ് തിരിച്ചു വരുന്നത് ഫൈനലി. തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോൾ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട്, മൈ കസിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ദിയാകൃഷ്ണ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. ഇനി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഭംഗി വാക്ക് വാരി എറിഞ്ഞതാണോന്ന് അറിയത്തില്ല. എന്ത് കുഴപ്പമായാലും കൊള്ളാം, കേട്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. എന്നിട്ട് വേറെ കുറച്ച് കാര്യമുണ്ട്, നമുക്ക് അതിലോട്ട് വരാം. പറ ബാബാ അച്ഛടാ. നമ്മളെ കൃഷ്ണകുമാറായിട്ടൊരു കട്ടുണ്ടല്ലേ ദിയയ്ക്ക്? കാറിൽ നിന്ന് പോകുന്നുണ്ടല്ലോ. അന്ന് ഐഫോണാ, റിച്ചാ. അമ്മച്ചിയെ സർപ്രൈസ് ചെയ്യാൻ പോവേണം. സർപ്രൈസ് ചെയ്യാൻ പോവുകയാണ്. കൊച്ചിനെ കാണിച്ച് സർപ്രൈസ് ചെയ്യാനാണ് പോയത്. കൊച്ചിനെ അപ്പോൾ ഒളിപ്പിച്ചല്ലേ നിർത്തണ്ടേ സർപ്രൈസ് ചെയ്യാൻ പോകുമ്പോൾ? നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. സർപ്രൈസ് ചെയ്യുമ്പോൾ നമ്മളെ സർപ്രൈസ് ചെയ്യാൻ വെച്ചിട്ടുള്ള സാധനത്തിനെ ഒളിപ്പിച്ചെടുത്ത്. ഇപ്പോൾ കൊച്ചിനെയും തൻവിയും കാണിച്ച് സർപ്രൈസ് ചെയ്യാനാണ് അമ്മമ്മേരുടെ അടുത്ത് പോകുന്നത്. പക്ഷെ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊച്ചുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എന്നാ സർപ്രൈസാ? ബുദ്ധിമോശം. ദിയ, യുവർ കണ്ണിങ്നെസ് ഈസ് ഓൾഡ് ഈസ് നോട്ട് ഗോൾഡ്. നൗ യു ആർ ഗോൾഡ്. ഏത് കൊച്ചാണ് നോക്ക്? സർപ്രൈസാ.
അപ്പൂപ്പൻ. അമ്മൂമ്മ സർപ്രൈസ്. തൻവി. അമ്മൂമ്മ പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തൻവിയാണ്. ഞാൻ തൻവിയാണ് വന്നത്. പറ അമ്മൂമ്മ. ഓക്കെ അപ്പൂപ്പായി കുട്ടി വണ്ടറടിച്ചിരിക്കണല്ലോ. കൊള്ളാം. ഗേറ്റ് പോവാ തൻവി. കേറ് ഹായ് അപ്പൂപ്പ. ഹായ് അമ്മമ്മ. തൻവി എന്തിങ്ങനെ അല്ല അമ്മ തന്നെ പറഞ്ഞു അവിടെ പോയി ബിരിയാണി കഴിച്ച് ഇന്ന് അവിടെ കണ്ട് നാളെ ഇങ്ങോട്ട് വരാൻ. അയ്യോ അമ്മമ്മ പ്രാന്തിപ്പിലേക്കാണ്. അമ്മമ്മ കുളിച്ചിട്ടൊക്കെ വരാം. നാളെ വരി എല്ലാവരും വീടുകളിൽ പോയി മടങ്ങി. സർപ്രൈസ്. ചിരി വരണം സർപ്രൈസ് ഇട്ടിട്ട്. പാവം അമ്മമ്മ. ഈ അമ്മമ്മയാണ് ആഹാന എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. അയ്യോ പാവം അമ്മമ്മ. മക്കളെ ചക്കര ഇതാണ് അമ്മമ്മ. പാവം കേട്ടോ, ആദ്യമായിട്ട് കാണുന്നത്. കൊച്ചു വണ്ടർ അടിച്ചിരിക്കണം. ഇത് ഏതാ ഇതൊക്കെ? കൊച്ചിനറിയില്ല ഇത് KK ഫാമിലി ആണെന്ന്. അത് കൊള്ളാം കേട്ടോ, മണപ്പിച്ചിട്ടുമ്മ. എന്റെ വീടെത്തി. അശ്വിനല്ലേ അത്? കൊച്ചു കള്ളൻ. ലിയോ ദാസുമ്മ ബേഡാസുമ്മ. കൊള്ളാം, നല്ല വ്ളോഗ്. വേറെ കുറച്ച് കാര്യമുണ്ട്. തൻവി നമുക്ക് അതിലോട്ട് വരണം. അതെ അതെ, വളരെ കറക്റ്റ് വ്ളോഗ്. നമ്മുടെ സിന്ധു ചേച്ചി കാണാനോ ഒന്ന്? ഗേറ്റ് പറ. ഇതെന്തുവാ ഗേറ്റ് പൊളിച്ചുകളാ. ഹായ് ഹായ്. ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. അല്ല ഈ ഡോള് നേരത്തെ ഉള്ളതാ. ഇത് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. കൊച്ചു വണ്ടർ അടിച്ചിരിക്കുന്നു. ഇതൊക്കെ ആരാ? ഞാനിത് ഏത് യൂണിവേഴ്സിലാ? ഹായ് അൻസിക. എന്നോട് ഞാൻ മിണ്ടത്തില്ല. ആകെ എനിക്ക് ഇഷ്ടമുള്ള നിന്നെ. എന്നോട് ഞാൻ മിണ്ടത്തില്ല. എന്നോട് വേണ്ടത് എനിക്കാകെ ഇഷ്ടമുള്ള നിന്നെ. നീ എനിക്കെതിരെ പോസ്റ്റ് ഇട്ടപ്പോൾ എന്ത് വിഷമായെന്നറിയാമോ? പോട്ടെ, ഞാനൊരു കമൻറ്റ് വായിക്കാം. തൻവി ഫുൾ സപ്പോർട്ട്. തൻവിയെ കൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചതാണ്. അവൾ വലിയ പിടിപാടുള്ള ആളുകളാണല്ലോ. തൻവി പാപം എന്ന് പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അത് കുടുംബ ചർച്ചയിൽ അവരിനി ചർച്ച ചെയ്ത് നീയൊക്കെ എന്ത് വേടേ ചെളിവാരി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സും കൂടെ ഒക്കെ ഇടപെട്ടിട്ടായിരിക്കും ഡിലീറ്റ് ചെയ്യിപ്പിച്ച. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും ഡിലീറ്റ് തന്നെയാണ്. ഇനി ഒരു കമൻറ്റ് വായിക്കാം കേട്ടോ. 4 വർഷം മുൻപ് സിന്ധുവിൻ്റെ ഒരു വ്ളോഗിൽ സിന്ധുവും അഹാനയും അപ്പൂപ്പനും അമ്മൂമ്മയും കൂടി തൻവിയുടെ അമ്മൂമ്മയുടെ ബാംഗ്ലൂരിലുള്ള വീട്ടിൽ പോകുന്ന ഒരു രംഗമുണ്ട്. തൻവിയുടെ ഇപ്പോഴത്തെ 2 ബ്രദേഴ്സ് അവിടെ കണ്ടിരുന്ന ഒരു 14-15 വയസ്സ് കാണും. അവർ ആദ്യമായിട്ടാണ് ഗ്രാൻഡ് പാരൻസിനെ കാണുന്നതെന്ന് തോന്നുന്നു. എവിടെ പോയി? അവരെ എന്തു സംസ്കാരം കാണുന്നതെന്ന് തോന്നുന്നു. അവരെ എന്ത് വിളിക്കണമെന്ന് ആ കുട്ടികൾക്ക് അറിയില്ല. ആൻറ്റി അങ്കിൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചെങ്കിലും സംസ്കാരം കൊടുത്തിട്ടില്ല. വളർത്തു ദോഷം. 2 പെൺമക്കളും തോന്നിയ വഴിക്ക് പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. തൻവിയുടെ അമ്മയ്ക്ക് കൊച്ചിനെ ഉണ്ടാക്കിയപ്പോൾ നാണക്കേടില്ലായിരുന്നു. 2ാം ഭർത്താവ് വന്നപ്പോഴാണ് നാണമുണ്ടായത്. അവൾ പാരൻസിനെ തിരിഞ്ഞു നോക്കുന്നില്ല. അവൾ അനുഭവിക്കാതെ ചാകത്തില്ല. എന്തൊക്കെയുടെ ആൾക്കാർ വിളിച്ചു പറയുന്നത്? പച്ച ആവാസം അപരാധമാണ് ആൾക്കാർ വിളിച്ചു പറയുന്നത്. ഇനി നമ്മുടെ അഹാനയുടെ ഒരു സദ്യ കഴിപ്പ് കാണാം. അതാണ് ഹൈലൈറ്റ്, സദ്യ കഴിപ്പ്. ഞാനും കഴിക്കാറുണ്ട്. എല്ലാം കൂടി എടുത്തിട്ട് കുഴച്ചിട്ട് വലിച്ചിട്ട് അടിച്ച് ബീച്ച് അവസാനം താടിയൊക്കെ ഇങ്ങനെ ഇരിക്കും. ചുമ്മാ പറഞ്ഞേട്ടോ, ഞാൻ അങ്ങനെയൊന്നും കഴിക്കത്തില്ല. ഒരു ഭംഗിക്ക് പറഞ്ഞതാ.
അഹാന കഴിക്കുന്ന കണ്ടപ്പോൾ ഞാൻ സദ്യ പോലും സത്യം പറഞ്ഞാൽ വെറുത്തുപോയി. ഇത് എന്തുവാ ഇത്? ആ ഓ ഇതെന്തെങ്ങനെ? നല്ലതാ. അഹാനെ ടോട്ടല് നമ്മളെ ടൊവിനോയുടെ കൂടെ ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, പേര് മറന്നുപോയി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പടമായിരുന്നു കേട്ടോ. ഇപ്പോൾ ക്യാരക്ടർ, ഒരാളുടെ ക്യാരക്ടർ നമ്മൾ അറിയുമ്പോൾ, എക്സ്പോസ് ആയി അറിയുമ്പോൾ നമുക്കൊരു വെറുപ്പ് തോന്നും കേട്ടോ. സീരിയസ്ലി എനിക്ക് അങ്ങനെ ആഹാനായിട്ട് വെറുപ്പ്. ഞാനിങ്ങനെ തന്നെയാണ് കഴിച്ചിട്ട് അവസാനം ബെഡിൽ നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ട്, നല്ല ടേസ്റ്റാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന മനസ്സെനിക്ക് വലിയ താല്പര്യമില്ല. സിംപ്ലിസിറ്റിയാണ് എൻ്റെ മെയിൻ. കുഴി കുത്തിയേ ഞാൻ കഞ്ഞി കുടിക്കത്തുള്ളൂ, അതുപോലെ. ഓക്കെ, ഇപ്പോൾ KK ഫാമിലി എന്ന് പറയുമ്പോൾ വേറെ പല പേരും ഇട്ടാണ് നാട്ടുകാർ വിളിക്കുന്നത്. എന്തിന് നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നു? ഒന്നുമില്ല അഹാനെ, നിങ്ങളുടെയൊക്കെ കയ്യിൽ നല്ല കാശില്ലേ? പിന്നെ അമ്മൂമ്മയെ നോക്കി തന്നെ. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിപ്പോയില്ലെങ്കിൽ അവരെക്കുറിച്ച് ഇങ്ങനെ അവരാതെ പറയാതിരുന്നൂടെ? ഈ പച്ചത്തെറിയും അതൊക്കെ. നിങ്ങളിപ്പോൾ നോക്കിപ്പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും സത്യം പറഞ്ഞ ബേസിക്കലി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ, നിങ്ങൾ നോക്കിപ്പോകാത്ത അവരുടെ കയ്യിലിരിപ്പായിരിക്കും, അമ്മൂമ്മ കയ്യിലിരിപ്പ് കാരണമായിരിക്കും നോക്കിപ്പോകാത്ത എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നാട്ടുകാർ പറഞ്ഞു. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴേ സദ്യ തീർന്നല്ലേ, ഒരു സദ്യ കഴിക്കണം മൂഡ് തോന്നി. അങ്ങനെ സദ്യ കഴിക്കണുണ്ടപ്പം. പക്ഷേ അവരെ നിങ്ങൾ യൂസ് ചെയ്ത വേർഡ്സ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് കാരണമാണ് ശരി എല്ലാം നടക്കും നാട്ടുകാർ നിങ്ങളങ്ങ് വെറുത്തത്. അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. സദ്യ കഴിച്ച് ഇലയും ഉണ്ട് എണീറ്റിന് വീട്ടിൽ പോകും. ഹാപ്പി ഓണം. അപ്പം അടുത്ത ഓണത്തിൽ കാണും. ഇനി സിന്ധു ചേച്ചിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാനൊന്ന് കൊടുക്കാം കേട്ടോ, നിങ്ങൾ കാണണം. സാറ്റർഡേ ഡാഡിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ECG എല്ലാം ചെയ്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വെരി ഹാപ്പി. സൺഡേ ഡാഡി ഉച്ചയ്ക്ക് ഇവിടെ ഇരുന്നിട്ട് മോഹൻലാലിൻ്റെ ശ്രീനിവാസിൻ്റെ ഏതൊരു സിനിമയുടെ കോമഡിയൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുന്നു. ഒരു വിഷ്വൽ എനിക്ക് ഡാഡിയുടെ ഹോം നഴ്സ് കഴിച്ചു തന്നു. അന്ന് ആ ദിവസം ഞങ്ങൾ വൈകുന്നേരം നമ്മൾ അങ്ങനെ ചാർജിൽ പോകരുത് സാർ. അപ്പോഴാണ് ഇതുപോലെ പെട്ടെന്ന് ഡാഡിക്ക് കൊലാപ്സായി ബാത്റൂമിലെന്ന് പറയും വിളിച്ചത്. ഞാൻ ആംബുലൻസ് വിളിക്കുമ്പോഴും വിളിച്ചുള്ള ഡ്രൈവർ വരുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഓക്കെ. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഫുട്ടേജസ് ഒക്കെ ഉണ്ട് എൻ്റെ മനസ്സിൽ. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഡാഡിയുടെ നോർമലായിട്ട് ഇരിക്കുമായിരിക്കും. എപ്പിസോഡ് എപ്പോഴും പറ്റുന്ന പോലെ ആയൊരു എപ്പിസോഡായിരിക്കും. ഡാഡി വാസ് ഡൂയിങ് വെൽ. ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബാക്കി നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്താലും എന്ത് ചെയ്താലും എല്ലാം ഓക്കെ ആയിരുന്നു. എക്സെപ്റ്റ് ഈ ഒരു സ്ട്രോക്ക് വന്നതിൻ്റെയും ഒരു സർജറി കഴിഞ്ഞതിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ നോർമൽ, അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഡാഡി വെന്റ്. ഓക്കെ, അവരെ കുറേ ഹാപ്പി മൊമെൻറ്റ്സ്. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങേര് മരണപ്പെട്ടതിന് ശേഷം സിന്ധു എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ ഇതുപോലെ. ഈ പ്രത്യേകിച്ച് സിന്ധു ആൻറ്റിയുടെ അമ്മയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അൽക്കുലത്ത് ഫാമിലിയാണെന്ന് ആരും പ്രതീക്ഷിക്കത്തില്ല. ഞാൻ ഇപ്പോഴും ഇവിടെ സിന്ധു കൃഷ്ണയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് മെയിനായിട്ട് ചൂണ്ടി കാണിക്കുന്നത്, നിങ്ങളുടെ സ്വന്തം മകളായിട്ടുള്ള അഹാന നിങ്ങളുടെ അമ്മയെ ഇമാതിരി തെറിയും വിളിച്ച് ഇമാതിരി രീതിയിൽ അപരാധം പറഞ്ഞിട്ട് നിങ്ങളതെങ്ങനെ കേട്ടോണ്ട് നിന്നെന്നാണ്. എൻ്റെ അമ്മ നാളെ എൻ്റെ മക്കൾ തെറി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പിടിച്ച് ജവരി വരയ്ക്കും. ഓക്കെ, എൻ്റെ അമ്മയെ ചിലപ്പോൾ ഞാൻ പറയും, കാരണം ഏതാ എൻ്റെ അമ്മ. ഇപ്പം നിങ്ങളുടെ അമ്മയെ നിങ്ങൾ ചിലപ്പം വഴക്കൊക്കെ കൂടുമ്പോഴെന്തെങ്കിലും പറയും, പച്ച തെറിയല്ല വിളിക്കേണ്ട. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ നാളെ അത് വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. ഇപ്പം നാളെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം അവൾ എൻ്റെ അമ്മയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം കൂടി എടുത്ത് വിളയാതി ചുറ്റി ഉണക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും. ഓക്കെ, അത് ഞാൻ എൻ്റെ ഒരു ഇതാണ്. എൻ്റെ അമ്മ ആരെങ്കിലും പറഞ്ഞ് ഞാൻ പറയും, പക്ഷെ വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിടിക്കത്തില്ല. ഞാൻ പ്രതികരിക്കും, അത് ആരായാലും. അതത്രേ ഉള്ളൂ. ആ ഒരു സ്നേഹം വരണമെങ്കിൽ അത് അമ്മയുടെ അടുത്ത് അത്രയും കണക്ഷൻ വേണം, അല്ലാതെ അത് പറ്റത്തില്ല. അമ്മ എന്ന വാക്ക് വെറും വാക്കാവരുത്. ഓക്കെ, ഇവിടെ അഹാന ഇത്രയും ഇതായിട്ട് ഈ പറയുന്ന അമ്മമ്മയെ പറഞ്ഞിട്ട് സ്വന്തം മകളായിട്ടുള്ള സിന്ധു കൃഷ്ണയ്ക്ക് ഒരു ഊസലും ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല. എന്തിന് അമ്മമ്മയെക്കുറിച്ച് കുറ്റം പറയുന്ന സമയത്തും വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സിന്ധു കൃഷ്ണ ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾ എത്രത്തോളം സ്നേഹമാണ് നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് എത്രത്തോളം സ്നേഹമാണ് നിങ്ങൾക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്നേഹമെന്ന് പറയുന്ന സാധനം ഇല്ല. ഇനി അമ്മച്ചി പറയുന്ന കുറച്ച് കാര്യമുണ്ട് കേട്ടോ. അമ്മു എന്നെ അടിക്കാൻ വീട്ടിലെത്തി അമ്മൂമ്മ പറഞ്ഞത് ഞെട്ടിക്കുന്നത് കേൾക്കാം. അമ്മ എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിക്കാൻ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എന്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മ അങ്ങോട്ട് വരണമെന്ന്. അപ്പൊ എനിക്ക് ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് പറയുന്നത്, കാരണം ഇഷാനിയൊക്കെ ഡീസന്റ് പിള്ളേർ. ആ വീട്ടിലേക്ക് ഇഷാനി ഹർഷയും ഓസിയൊക്കെ അല്ല. ഇഷാനി പാവമാണ്. ഇഷാനി ഒന്നും ഒരു വിഷയത്തിലും ഇല്ല കേട്ടോ. അറിയാണ്ട് എങ്ങനെയെങ്കിലും തെറിച്ചൊരു കോൺട്രവേഴ്സി കയറിയല്ലേ ഉള്ളൂ. ഇഷാനി ഒന്നും വിഷയത്തിലേ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിഷ്ടം അൻസികയാണ്. പിന്നെ ഇഷാനി പാവമാണ്, പക്ഷെ എനിക്കിഷ്ടം അൻസികയായിരുന്നു. പോട്ടെ, നീ എനിക്കെതിരെ കേസ് കൊടുത്താലും പരാതി കൊടുത്താലും എനിക്ക് നിന്നോട് ദേഷ്യമില്ലേ? സത്യമുള്ള കാര്യം പറയാം. എനിക്ക് നിങ്ങൾ ആരോടെ ഇല്ല, പ്രത്യേകിച്ച് അൻസിക എടുത്ത് എനിക്ക് ഒരു ദേഷ്യമില്ല. ഇഷാനി പാവമാണ്, ദിയ പാവമാണെന്നൊക്കെ പറയുന്നുണ്ട്. ദിയ കുറച്ച് മാടമ്പിത്തമുണ്ട്,
അഹാനയ്ക്ക് നല്ലോണം ഉണ്ട്. ഓരോന്നൊക്കെ കേൾക്കുമ്പോഴല്ലേ ഓരോരുത്തരുടെയൊക്കെ കൊണങ്ങൾ മനസ്സിലാവണം. ഇപ്പം നിങ്ങൾ വിചാരിക്കും നീ വലിയ ഡീസൻ്റാണ്. ഞാൻ ഡീസൻ്റാണെന്ന് ഞാൻ അവിടെ പറഞ്ഞില്ല. പക്ഷേ ഇമാതിരി തൊട്ടി പരിപാടി ഞാൻ ചെയ്യത്തില്ല. അമ്മമ്മയെ കറുത്തള്ളാക്കി വിളിക്കുന്ന പരിപാടിയൊന്നും ഞാൻ ചെയ്യത്തില്ല. പഴയൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് യു ഷുഡ് ബിക്കം എ ഫിലിം മേക്കർ. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ലൈക്ക് ഡു ഗുഡ്. Okay, so the time is 3:55 and I have to make it live. I'm really stressed. Stressed എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല. അയ്യോ, ഞാൻ എല്ലാം ചെയ്തോ, ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോ, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ, അങ്ങനെ എന്തൊക്കെയോ ഒരിത്. ലൈവ് ആക്കട്ടെ? ഓക്കെ, വീഡിയോ. Have I done everything? Visibility, it's now unlisted. Hanska public ആക്കട്ടെ? Okay, public. പൂക്കൾ ഒഫീഷ്യൽ മ്യൂസിക് വീഡിയോ. ആന കൃഷ്ണ, ഹൻസിക കൃഷ്ണ, നിമിഷ്. ഓക്കെ, എൻ്റെ കൈ പറയും. അയ്യോ, എൻ്റെ കൈ വരയ്ക്കും നോക്ക്. Oh God. പെട്ടെന്ന് തീർക്ക് പെണ്ണ, എൻ്റെ കൈയും വിറയ്ക്കണം. പോട്ടെ. അപ്പോൾ ഇത് മറ്റേ അവരുടെ പൂക്കൾ ആൽബം പബ്ലിഷ് ചെയ്തതാണ്. ഇതുപോലൊക്കെ നല്ലതായിട്ടൊക്കെ നല്ല മൊമെൻറ്റ്സൊക്കെ എടുത്ത് കാണിച്ചപ്പോൾ നമ്മളെല്ലാവരും വെച്ച് അടിപൊളിയാണെന്ന് ഇപ്പോൾ അല്ലേ മനസ്സിലായത്. ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് ഈ സാഹചര്യത്തിൽ ഞാൻ കടമെടുക്കുന്നത്. നല്ലതാണ്. ഇനി നമ്മുടെ അമ്മച്ചിയെ പറ്റിയിട്ട് അഹാനയൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് കേൾക്കാം. അത് അമ്മയുടെ കയ്യിൽ പോകാനാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലീവ് സമയത്ത് നാട്ടിൽ വന്ന് അമ്മയുടെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെയും കയ്യടി ഉണ്ടല്ലോ. പക്ഷെ അവിടെ കയ്യടി മാത്രമാണ്, നമുക്കൊരു നെഗറ്റിവിറ്റി അവിടെ ഇല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ ഉണ്ടാക്കി തരുന്നില്ല. ദാറ്റ് ഇസ് പ്രോബബ്ലി ദ നരേറ്റീവ് ഷീ ഷുഡ് ഹാവ് ചോസൻ ഇഫ് അറ്റ് ഓൾ ഷീ wanted a narrative. I don't understand this narrative drama now because we like to keep things like how it is. പക്ഷേ anyways ഒരു narrative ചൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചൂസ് ചെയ്യണമായിരുന്നു. But that is so surprising for us. കാരണം ഈ ഏപ്രിലിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്കറിയാവുന്നിടത്തോളം ഇന്ത്യയിലോട്ട് വരാൻ ഡിസൈഡ് ചെയ്തതല്ല തൻവി. ഇൻഫാക്ട് സെപ്റ്റംബറിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അവിടെ പോയി എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കി. സെപ്റ്റംബർ ഓഫ് 2024 ഒക്ടോബറിലാണ് തന്നി പോകുന്നത്. ഓസിയുടെ കല്യാണം കഴിഞ്ഞ് അന്നേ പോയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നാട്ടിൽ വരും എന്നുള്ളൊരു ഇതിലാണ് തന്നി പോകുന്നത് തന്നെ. ആൻഡ് അപ്പം 100% ക്ലിയർ അല്ലായിരുന്നു. അവിടെ പോയി എല്ലാം ഒന്ന് സെറ്റ് ആക്കാൻ പറ്റിയാൽ ഐ വോണ്ട് ടു കം ബാക്ക് എന്നുള്ള രീതിയിലാണ് തന്നി പോകുന്നത്. കഴിഞ്ഞ വർഷം 25th May 2nd July 2025 ആ സമയത്തൊക്കെ വി ആർ വെയിറ്റിംഗ് ദാറ്റ് തന്നി ഉടനെ നാട്ടിലോട്ട് വരും. കാരണം ലിയാൻ ഇവിടെ സ്കൂളിൽ അഡ്മിഷൻ വരെ തന്നെ എടുത്തു. 2nd July 2025 തന്നെ പറയുന്നുണ്ട് hopefully my divorce is already done by July. പിന്നെ within a month I can get Lian's Indian overseas citizenship and come. അപ്പം നമ്മളൊക്കെ റിപ്ലൈ ചെയ്യാം wow good news അങ്ങനെയൊക്കെ. അപ്പം അന്ന് തൊട്ടേ തന്നി നാട്ടിൽ വരാൻ വേണ്ടിയാണ് ഇരുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് they got back and then തന്നി പ്രഗ്നന്റ് ആവുന്നത്. എന്നിട്ട് പ്രഗ്നന്റ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് എന്നായിരുന്നു 31st Januaryയുടെ ചാറ്റിൽ തൻവി ഹാസ് ആക്ച്വലി സെഡ് when she's pregnant she's saying hopefully I can come and sort as much. നമ്മൾ ഈ അമ്മൂമ്മ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്വി പറയുന്നുണ്ട് hopefully I can come and sort as much as I can during my leave. I just have to wait till I get my kids passport before I come. This is 31st January. അപ്പം തന്വി പ്രഗ്നന്റ് ആയി അതിന് മുമ്പ് കഴിഞ്ഞ വർഷം എപ്പോഴും വരുന്നതാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്കൂളിൽ ആ സമയത്ത് അഡ്മിഷൻ എടുത്തത്. പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ she said delivery is going to be in April or May. അത് കഴിഞ്ഞ് 1 month കഴിഞ്ഞ് വരും. സോ കഴിഞ്ഞൊരു 1 year ആയിട്ട് we are all under the assumption that 2026 June or July ആകുമ്പോൾ തന്വി വരും. And we are all very excited. കാരണം to meet Lian and everybody. കാരണം we are so attached to Lian. We love Lian. അപ്പം നമ്മൾ അങ്ങനെയാണ്. ഇപ്പം അമ്മയുടെ ഒക്കെ പണ്ടത്തെ വീഡിയോസ് വന്നിട്ട് എനിക്ക് ഞാൻ അപ്പം മരിച്ചത് കഴിഞ്ഞ ശേഷം ഞാൻ ഇട്ട വീഡിയോ ഒക്കെ കണ്ടാൽ അതിൽ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ തന്നെ പറയാറുണ്ട് അത് കഷ്ടമായി പോയി തന്വി ജൂണി വരാനിരുന്നതല്ലേ. മറ്റേ അപ്പൻ ഒരു 3-4 മാസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അപ്പന് തന്വിയുടെ കുട്ടിയെ കാണാതാണ്. അപ്പോൾ എപ്പോഴും എന്തോ അമ്മയോട് പറയാറുണ്ടല്ലോ തന്വിയുടെ കൊച്ചിന് ബേബിക്ക് പുതിയ ഭാവിക്ക് ഡയമണ്ട് കമ്മൽ വാങ്ങിച്ചു കൊടുക്കണം, അച്ഛൻ ഓമിയെ നെഞ്ചി കിടത്തുന്ന പോലെ അപ്പൻ ആ ബേബിനെ എടുത്ത് കിടത്തണം. കഷ്ടമായി പോയല്ലോ, ലൈക്ക് ഹി വുഡ് റിയലി എൻജോയ്ഡ് ഇറ്റ്. അപ്പം തന്വി വാസ് ദ പ്ലാൻ ആസ് ഫാർ as we knew was always that she was coming down in June. പെട്ടെന്ന് അതെങ്ങനെയാണ് അപ്പം മരിച്ചു കഴിഞ്ഞ് നമ്മളാരും അമ്മയെ തിരിഞ്ഞു നോക്കാനില്ലാതായപ്പോൾ അവിടെയുള്ളതെല്ലാം she was always telling us that she's not happy with her life. that അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളോട് വെറുതെ പറഞ്ഞാണോ എനിക്കറിയില്ല. അതൊക്കെ കളഞ്ഞിട്ട് വന്ന ഒരു ഏഞ്ചൽ. ഇഫ് ഷീസ് എൻ ഏഞ്ചൽ ഗുഡ് ഫോർ ഹർ. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. പക്ഷെ ഈ ഇല്ലാത്തൊരു നറേറ്റീവ്, ഇല്ലാത്തൊരു ടൈം ലൈൻ എനിക്കറിയില്ല എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ കള്ളം പറയാൻ പറ്റുന്നത്.
തൻവി നോട്ട് നോ ദാറ്റ് എത്രയോ കാര്യങ്ങൾ വി വുഡ് നെവർ ടോക്ക് ഓൺ കോൾ. എപ്പോഴും നമ്മൾ ഫോൺ മെസ്സേജ് അങ്ങനെയാണ്. ഇതിനൊക്കെ പ്രൂഫ് ഉണ്ട്. ഇതൊക്കെ ഈ കുട്ടി എന്താ ഓർക്കാത്ത? ഇങ്ങനെ വന്ന് ഡയറക്ട്ലി തൻവി എന്താ പറയാ, നമ്മൾ അങ്ങനെ ചെയ്തില്ലെന്നൊന്നും തൻവിയുടെ വീഡിയോയിൽ പറയുന്നില്ല. പക്ഷേ ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ഈ വീഡിയോ ഇട്ട സമയത്ത് അഹാനയുടെ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു. അതിനുശേഷം തൻവി ഒരു വീഡിയോ ഇട്ടതും ഇങ്ങനെ പോയി. ഇതാണ് അവസ്ഥ നടന്നിട്ടുള്ളത്. ഇത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ അഹാന പറയുന്ന കാര്യങ്ങളെല്ലാം വെടിപ്പാണ്, ക്ലിയർ കട്ടാണ്. കാരണം അഹാനയുടെ സൈഡ് മാത്രം സേഫ് ആയിട്ടുള്ള സോൺ മാത്രം ക്ലിയർ ആയിട്ട് പറഞ്ഞ് അഹാന അങ്ങ് വെച്ചിട്ടുണ്ട്. അതിൽ തൻവി പറയുന്ന ഒരു കാര്യം ഫേക്കാണ്. അതായത് അമ്മുമ്മയെ നോക്കുന്നതാണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തൻവി ഇങ്ങോട്ട് നാട്ടിലോട്ട് വന്ന് അല്ലെങ്കിൽ വരുന്നു എന്ന് പറയുന്നത് ഫേക്കാണ്. അതല്ല മെയിൻ, രണ്ടാമത്തെ ഒരു ചോയ്സാണ്. പിന്നെ അത് ഈ കൂട്ടത്തിൽ കയറ്റി അടിച്ചതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള. കാരണം അഹാന നേരത്തെ ഈ തൻവി ഓൾറെഡി വരുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പറയുന്ന ഒരു സംഭവമൊക്കെ പറയുന്നുണ്ട്. അത് അഹാന പറയുന്നത് കറക്റ്റാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, തൻവി ആയാലും കണക്ക് എന്ന് വെച്ചിട്ട് തമ്മിൽ ഭേദം തൊമ്മനെടുക്കുകയാണെങ്കിൽ തൻവി, അതിന് നിങ്ങളെല്ലാവരും കുടുംബ പ്രശ്നങ്ങൾ നാട്ടുകാർക്ക് കണ്ട് ചിരിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി ഇട്ട് കൊടുത്ത്, അത്രേ ഉള്ളൂ. പിന്നെ KK ഫാമിലി നാണം കെട്ട് നാറി മൊത്തം കൊട്ടി ഇത്രയും കാലമൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ പ്രശ്നമല്ല. അല്ലെങ്കിൽ മറ്റേ അമ്മ, എൻ്റെ അമ്മയെ മാത്രമേ ഞാൻ അമ്മ എന്ന് വിളിക്കത്തുള്ളൂ എന്നൊക്കെ ദിയ പറഞ്ഞ പോലത്തെ ഒരു സംഭവമൊന്നുമല്ല ഇത്. ഇത് അഹാനയുടെ ഇമേജ്, കരിയർ, സ്വഭാവം എല്ലാം അവിടെ തീർന്ന്. ഇത്രയും ഒരു ഗതിയിട്ട സ്വഭാവമാണ് അഹാന എന്ന് പറഞ്ഞ് നാട്ടുകാർ വിചാരിച്ചു കാണില്ല. ഓക്കെ, അത്രത്തോളം എക്സ്പോസ് ആയിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, നല്ലത് മാത്രം വരട്ടെ, സന്തോഷം പറക്കട്ടെ. ഇനിയെങ്കിലും നേരെ ചോ നടക്കുക. അമ്മച്ചിയുടെ അടുത്ത് അവസാന കാലഘട്ടങ്ങളിൽ അവരോടൊപ്പം ഇരുന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക് കേട്ടോ. അല്ലാണ്ട് അവരെ ചൊറ വർത്താനം പറഞ്ഞ് അവരെ അടിക്കാനും പോയി അവരെ പച്ചാവരാതം തെറിയും വിളിച്ചുകൊണ്ട് നടക്കാണ്ട് നല്ലവണ്ണമൊക്കെ ജീവിക്കാൻ നോക്കും. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു ഉപദേശം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫാമിലി വ്ളോഗ്സ് ഒന്നും ഞാൻ സ്ഥിരമായിട്ട് കാണുന്നില്ല. ഞാൻ ആകെ കുറച്ചെങ്കിലും കാണുന്ന അൻസികയുടെയാണ്. അവളെ മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, യൂട്യൂബിലെല്ലാം സബ് ചെയ്തിട്ടുണ്ട്, അതെൻ്റെ എക്സ്ട്രാ ഫോണിൽ നിന്ന്. പക്ഷേ ഇൻസ്റ്റയിൽ ഞാൻ ഫോളോ ചെയ്യുന്ന അൻസിക മാത്രമാണ്. എനിക്ക് അവളെ മാത്രമാണ് ഇഷ്ടമുള്ളത്. അവളും കൂടി എൻ്റെ പേരിൽ കേസ് കൊടുത്തില്ല, കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. വിഷമമുണ്ട് അൻസിക. എന്തായാലും മര്യാദയ്ക്കൊക്കെ പോകാൻ നോക്ക്, എനിക്കതേ പറയാനുള്ളൂ. ഇനിയെങ്കിലും ആ അമ്മൂമ്മയുടെ കാലിൽ പോയി വീഴുന്ന മാപ്പ് പറയാം. അഹാന എടുത്താണ് എനിക്ക് പറയാനുള്ളത്. ആ അമ്മൂമ്മയുടെ കാലിൽ പോയി വീഴുന്ന മാപ്പ് പറഞ്ഞ് ആ പ്രശ്നം സോൾവ് ആക്കാൻ നോക്ക്. ഇത് വഷളാക്കി വിട്ടുകൊണ്ടിരുന്ന അടിക്കാൻ മാത്രം പറ്റും. അമ്മച്ചിയുടെ കാലിൽ പോയി വീഴുന്ന മാപ്പ് പറഞ്ഞാൽ ആ ശാവമെങ്കിലും കിട്ടാതിരിക്കും. വയസ്സാം കാലത്ത് ആ അമ്മച്ചിയുടെ ശാവം വാങ്ങിച്ച് തലയിൽ വെക്കാതെ. എനിക്ക് അഹാന അടുത്താണ് മെയിനായിട്ട് പറയാനുള്ളത്. സിന്ധു ആൻറ്റി അടുത്ത് എനിക്കൊന്നും പറയാനില്ല. സ്വന്തം മോള് ചീത്ത വിളിച്ചപ്പോൾ സപ്പോർട്ട്, അമ്മയെക്കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ സപ്പോർട്ട്, ഒന്നും പറയാനില്ല. എന്തൊക്കെ തെറ്റുകളായാലും കുറ്റങ്ങളായാലും പുറത്തിട്ട് ഒന്നിക്കാൻ പറ്റുമെങ്കിൽ ഒന്നിക്കാൻ നോക്ക്. ഞാൻ എല്ലാ കുടുംബങ്ങൾക്കും ഈ അഡ്വൈസ് തരാറില്ല. അഹാനയുടെ ഭാഗത്തുള്ള ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. ആ അമ്മച്ചി എടുത്ത് പോയി മാപ്പ് പറഞ്ഞ്, അമ്മച്ചി ചെയ്ത എല്ലാ അപരാധത്തിനും മാപ്പെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞ് കാലി വീണ് സോറി പറഞ്ഞാൽ ചിലപ്പോൾ ആ ശാപമെങ്കിലും കിട്ടാതിരിക്കും. കൂടുതലായിട്ടൊന്നും പറയാനില്ല. പണം വരുമ്പോൾ മനുഷ്യന്മാരുടെ കുണം മാറുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരി, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.